പോയ വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളും കോർത്തിണക്കി ADV ന്യൂസ് അവതരിപ്പിക്കുന്ന വീക്കെൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പത്ത് കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, 1000 കിട്ടിയാൽ അതിനും അപ്പുറം വേണം. സ്റ്റാർ ഹോട്ടലുകാരും തരം കിട്ടിയാൽ പുറമ്പോക്കു മാന്തും എന്നത് ഒരു പുതിയ ചൊല്ലായി കഴിഞ്ഞു. അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ മിനി സിവിൽ സ്റ്റേഷന് സമീപത്തായി അർച്ചന ഹോട്ടലിനായാണ് PWD റോഡും ഓടയും കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. അഞ്ചലായി റോഡിൽ ഒരു കെട്ടിടം പണിയുന്നതിന് മുന്നോടിയായി മതിൽ കെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു 6 അടിയോളം റോഡിലേക്ക് ഇറക്കി ടെമ്പററി മതിൽ കെട്ടുന്നതായിട്ട് ഞങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ പൊതുപ്രവർത്തകരെല്ലാം കൂടെ വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നമ്മുടെ അഞ്ചലത്തെ PWA ഒരു ഓർഡർ കൊടുത്തതായിട്ട് ഞങ്ങളെ കാണിച്ചു. ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ 6 അടി വെളിയിലോട്ട് ഇട്ട് ഈ മതിൽ കെട്ടാൻ പറ്റത്തില്ല. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടുത്തെ ഓഫീസിൽ വന്നപ്പോൾ PWAയുടെ ഓഫീസിൽ വന്നപ്പോൾ ഇവിടെ അപ്രൻറ്റീസായിട്ടൊരു കുഞ്ഞല്ലാതെ ഒരു കുഞ്ഞുങ്ങളും ഇവിടെ ഇല്ല. അപ്പം പരാതിയോ മറ്റോ പറയാൻ വന്നാൽ ഈ ഓഫീസിൽ ആരുമില്ലാത്തൊരു സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ ഈ ഓഫീസിനെ തൊട്ട് ഒരു 15 മീറ്റർ അകലെയാണ് ഈ റോഡ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വലിയ ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്ന ഇവിടെ PWD റോഡും ഓടയും കയ്യേറിയിട്ടും തൊട്ടടുത്തുള്ള PWD അധികൃതർ മൗനം പാലിച്ചപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് PWD ഉദ്യോഗസ്ഥർ കയ്യേറ്റത്തിനെതിരെ അർച്ചന ഹോട്ടൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകി. ഏത് കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിലും 15 മീറ്റർ മാറ്റിവെച്ചേ ചെയ്യത്തുള്ളൂ. 15 മീറ്റർ മാറ്റിവെച്ച് ഏത് കൺസ്ട്രക്ഷനും നടത്താൻ പറ്റും. അതാണ് നിയമം. അത് റോഡിൽ ഇറക്കി വെക്കാൻ നിങ്ങൾക്ക് ആര് പറഞ്ഞു? നിങ്ങളോട് ആര് പറഞ്ഞു ഇത് റോഡിനകത്ത് ഇറക്കി വെക്കാൻ? ഇത് കൊല്ലം ഇത് ആയൂർ പുനലൂർ 49 നമ്പർ സ്റ്റേറ്റ് ഹൈവേ ആണ്. അർച്ചന ഹോട്ടൽ നിർമ്മാണത്തിനായി പൊതുവിടം കയ്യേറി ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുകയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ഇവിടെ പ്രതിഷേധിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജർ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തിയത് പോയ വാരത്തിലെ വാർത്തയായിരുന്നു. റിപ്പോർട്ട് ഒരിക്കൽ കൂടി. ചടയമംഗലത്ത് 13 വയസ്സുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ സ്കൂൾ മാനേജർ പീഡിപ്പിച്ചതായാണ് പരാതി ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ നൽകാനെത്തിയപ്പോൾ അവഗണനാപരമായ പെരുമാറ്റമാണ് പോലീസ് അധികൃതരിൽ നിന്നും നേരിടേണ്ടി വന്നതെന്നും പെൺകുട്ടിയുടെ ബന്ധു ADV ന്യൂസിനോട് പറഞ്ഞു. എങ്ങനെങ്കിലും ഞാനൊരു പരുവത്തിൽ അവിടെ നിന്ന് വെളിയിലാക്കി കോട്ടയത്തിൽ എഴുതി വാങ്ങിച്ച് TC വാങ്ങിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഗസ്റ്റാക്കൾ പറഞ്ഞ് എന്റെ പേര് പീഡന കേസിൽ ഫ്ലാഷ് കൊടുത്തിട്ട് ഹോസ്റ്റലിൽ ചെന്ന് പ്രസന്നമൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഞാൻ തിരിച്ചിട്ട് പറഞ്ഞേ നല്ല കാര്യം സാറേ, കാരണം പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും ചോദിക്കാൻ വരുന്നവൻ പീഡനം ചെയ്തെന്നും പറഞ്ഞ് അവരെ കേസാക്കി. ഇതാണ് ഇവിടെ നടന്നു വരുന്നതെന്ന് ചോദിച്ചപ്പോ ഇയാളുടെ ഈ സ്വഭാവം മാറി. അപ്പൊ എന്തായാലും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ TC വാങ്ങിക്കാൻ വന്നതാ, അങ്ങനെ TC തരാൻ പറ്റത്തില്ലെന്ന് പറയാം. അവരൊക്കെ ഞങ്ങൾ കേസാക്കും. കേസെടുത്താലെന്ത് പക്ഷേക്ക് ആരുടെ കടമംഗലം പോലീസാണോ എന്ന് ചോദിച്ചു. ആണെന്ന് ഒരു ചുക്കും നടക്കത്തില്ല. കടമംഗലം SI ഞങ്ങൾ കുറെ കണ്ടതാ എന്ന് പുള്ളി പരകാശി ഒരു ആദ്യമായ രീതിയിൽ സംസാരിച്ചു. ഞങ്ങൾ നേരെ മോളെ ഇനി വെളിയിലാക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മോളുടെ മൊഴി അവൾ ഈ പറഞ്ഞ ഇത്രയും മോള് പറഞ്ഞു തന്ന മൊഴിയാ ഇത്രയും ഞങ്ങൾ അതേപോലെ അപ്പൊ എഴുതിനകത്ത് ചിലപ്പോൾ തെറ്റുകൾ വരും. പെട്ടെന്ന് എഴുതി പറഞ്ഞ SIക്ക് കൊടുത്തു. അതുപോലെ ഈ സ്ലിപ്പൂരി കിളിയെ കാണാന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ SIക്ക് കൊടുത്തു. SI ഉടനെ തന്നെ മാനേജറെ എല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞ TC വേണമെന്ന് പറഞ്ഞു. TCയുടെ മേജ് അപ്പം എപ്പാശയൊക്കെ വിളിച്ചിട്ടും SI പറയുന്നത് 8 വർഷം കൊണ്ട് ഇങ്ങനെ സ്ഥാപനമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരാതി. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനൊരു പരാതി ആയതുകൊണ്ട് നമ്മുടെ കൊച്ചിന്റെ മൊഴിക്ക് വിലയില്ലെന്നാ SI പറഞ്ഞതിന്റെ ആശയം. മനസ്സിലായില്ലേ? SI പറഞ്ഞതിന്റെ ആശയം അതാണ്. അപ്പം എന്നിട്ട് എന്റെ പേര് എന്തായാലും പീഡനത്തിന് കൊടുത്തില്ല. ഈ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന അമ്മാവനും ഞാനും കൂടെ ഹോസ്റ്റലിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതിവിടെ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്റെ പേര് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഹോസ്റ്റലിൽ താമസിച്ചു പഠിച്ചിരുന്ന വിദ്യാർത്ഥിനിയെ കൊണ്ട് ശൗചാലയം വൃത്തിയാക്കുകയും രാത്രികാലങ്ങളിൽ മോശമായി പെരുമാറുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. സംഭവത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ബന്ധുക്കൾ പരാതി നൽകി. സാമൂഹിക വിരുദ്ധർക്കായി ലക്ഷങ്ങൾ മുടക്കി വിശാലമായ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് സ്നേഹനിധികളായ ചില ജനപ്രതിനിധികൾ. മടത്തറയിൽ നിന്നുള്ള കാഴ്ചയിലേക്ക്. മടത്തറ നിവാസികളുടെ സ്വപ്നമായിരുന്ന ബസ് സ്റ്റാൻഡ് സ്വപ്ന പൂർത്തീകരണത്തിനായി ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റേഡിയം
പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനായി വിട്ടു നൽകി. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മാണങ്ങളും ആരംഭിച്ചു. എങ്കിലും പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം സജ്ജമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പണി പൂർത്തിയാക്കാത്ത പതിറ്റാണ്ട് പിന്നിട്ട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏത് സമയവും നിലംപതിക്കാമെന്ന അവസ്ഥയിലുമാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രികർക്കായി നിർമ്മിച്ച ശൗചാലയങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. സാമൂഹ്യ വിരുദ്ധർ കുത്തിപ്പൊളിച്ച കതകുകളും അകത്ത് മാലിന്യങ്ങളും നിറഞ്ഞതാണ് ഇവിടുത്തെ ശൗചാലയങ്ങൾ. ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളിൽ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും നിറഞ്ഞിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം ഇവിടെ രൂക്ഷമാണ്. ബസ് സ്റ്റാൻഡ് പണിയാൻ ലക്ഷങ്ങൾ ചിലവായെങ്കിലും മദ്യപന്മാർക്ക് സൗജന്യമായി മദ്യപിക്കാൻ ഇടം ലഭിച്ചിരിക്കുകയാണ് മടത്തറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ. മടത്തറ ജംഗ്ഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡും തകർന്ന് തരിപ്പണമായ നിലയിലാണ്. താറിളകി മെറ്റൽ കല്ലുകൾ പുറത്തു വന്ന വഴിയിലൂടെ കാൽനട പോലും ദുസ്സഹമാണ്. അധികൃതർ തിരിഞ്ഞു നോക്കാത്ത മടത്തറ ബസ് സ്റ്റാൻഡിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടമായാണ് ചിലർ ഉപയോഗിക്കുന്നത്. മാലിന്യങ്ങൾ പലയിടത്തും കുന്നുകൂടി കിടക്കുന്നു. ജനങ്ങളുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും സ്വപ്നമായി തന്നെ തുടരുന്ന അവസ്ഥയാണ് മടത്തറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളത്. ഇനി പതിവ് പോലെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലേക്ക്, പഞ്ചായത്ത് ഓഫീസിന് മൂക്കിന് താഴത്തെ ചില കാഴ്ചകളിലേക്ക്. പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കും എന്ന സന്ദേശം നാടൊക്കെ പറഞ്ഞു നടക്കുമ്പോഴും പഞ്ചായത്തിന് മൂക്കിന് താഴെ നടക്കുന്ന മാലിന്യ നിക്ഷേപം കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. പഞ്ചായത്തിനു സമീപത്തെ കാട് മൂടിക്കിടക്കുന്ന സ്ഥലത്താണ് വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. തൊട്ടടുത്തായി നിരവധി വ്യാപാര കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നു. മാലിന്യ നിക്ഷേപം തടയാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ല എങ്കിൽ സമീപ പ്രദേശങ്ങളിലെ വ്യാപാരികളും ഇവിടെ മാലിന്യം നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ തൊട്ടു മുൻപിൽ കാണുന്ന മാലിന്യം പോലും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാത്ത പഞ്ചായത്ത് അധികൃതർ എങ്ങനെയാണ് പഞ്ചായത്തിനെ മുഴുവൻ മാലിന്യമുക്തമാക്കുന്നത്? മഴക്കാലം കൂടി ആയതിനാൽ പകർച്ചവ്യാധികളും മറ്റും വലിയ തോതിൽ പടർന്നു പിടിക്കാൻ ഇടയുണ്ട്. അധികൃതർ ഈ പ്രശ്നത്തിൽ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിൽ ഗുരുതര വീഴ്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. പഞ്ചായത്തിന് പുറത്തെ കാഴ്ചകൾ കണ്ടു. ഇനി അകത്തു കണ്ടത് ഞങ്ങൾ പുറത്തു പറയുകയാണ്. അഞ്ചൽ പഞ്ചായത്തിന്റെ കെട്ടിട ഭാഗങ്ങളിൽ പലതും അടർന്നു വീഴാറായ നിലയിൽ. നിരവധി വാഹനങ്ങളാണ് കെട്ടിടത്തിന് താഴെ പാർക്ക് ചെയ്യുന്നത്. റോഡിൽ കൂടി പോകുന്ന വഴിയാത്രികർക്കും ഇത് ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നു. വാർക്കാൻ ഉപയോഗിക്കുന്ന കമ്പികൾ പോലും തെളിഞ്ഞു കാണാവുന്ന സ്ഥിതിയിലായി. കാലപ്പഴക്കം ചെന്ന ഗ്രാമപഞ്ചായത്ത് കെട്ടിടം നവീകരിക്കുന്ന കാര്യത്തിൽ വൻ വീഴ്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിനു മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള കസേരകളിൽ പലതും നശിച്ച നിലയിലാണ്. പഞ്ചായത്തിൽ വരുന്ന പൊതുജനങ്ങൾക്ക് ഇരിക്കാൻ പോലും കസേര ലഭിക്കാത്ത സ്ഥിതിയായി. തകർന്നടിഞ്ഞ ജനൽപ്പാളികളുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ദയനീയാവസ്ഥ മുൻപും ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാമത്തെ നിലയിലും നിരവധി ജനൽപ്പാളികൾ പൊട്ടിയടർന്ന നിലയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പാതി തകർന്നതും പൊട്ടിപ്പൊളിഞ്ഞതുമായ ജനൽപ്പാളികൾ ഗ്രാമപഞ്ചായത്തിന് തന്നെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വീഴ്ത്തുകയാണ്. ഗ്രാമപഞ്ചായത്ത് അധികൃതർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പോലും അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കാത്തത് പഞ്ചായത്തിന് തന്നെ അനാസ്ഥയാണ് കാണിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞതും പാതി അടർന്നതുമായ ഇത്തരം ജനൽപ്പാളികൾ മാറ്റി പുതിയ പാളികൾ നിർമ്മിക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. പഞ്ചായത്തിനെ നമുക്ക് വെറുതെ വിട്ടേക്കാം, പക്ഷേ ഈ ആഭ്യന്തര വകുപ്പിന്റെ കാര്യം ഇപ്പോഴും കട്ടപ്പുറത്ത് തന്നെ. തകരാറിലായ അഞ്ചൽ പോലീസിന്റെ വാഹനം കട്ടപ്പുറത്തായിട്ടും നന്നാക്കാൻ അധികൃതർ മുൻകൈ എടുക്കുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകളായി വാഹനം തകരാറിലായി കിടക്കുകയാണ്. ഇനിയും കാലതാമസമുണ്ടായാൽ വാഹനം തുരുമ്പെടുത്തു നശിക്കാനും സാധ്യതയുണ്ട്. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വാഹനത്തെ പഴയ സ്ഥിതിയിലാക്കുകയാണെങ്കിൽ നിരവധി ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പോലീസ് പിടിച്ചെടുത്ത മറ്റു വാഹനങ്ങളെപ്പോലെ അഞ്ചൽ പോലീസിന്റെ വാഹനവും നശിക്കാൻ ഇടവരുത്തരുത്. ഈ പ്രശ്നത്തിൽ അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇനി പുനലൂരിലേക്ക്. പുനലൂർ എന്നാൽ തൂക്കുപാലം, തൂക്കുപാലം എന്നാൽ പണിതീരാത്ത റോഡ് റോളറും. ജില്ലയുടെ അഭിമാന സ്തംഭമായ പുനലൂർ തൂക്കുപാലം സെപ്റ്റംബറിൽ പണികൾ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തമ്പകത്തടികൾ പുനലൂരിൽ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും നഗരസഭ വൈസ് ചെയർമാൻ PA അനസ് ADV ന്യൂസിനോട് പറഞ്ഞു. പുനലൂരിൻ്റെ അഭിമാനമായി മാറിയ പുനലൂർ തൂക്കുപാലം ആർക്കിയോളജിക്കൽ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കിറ്റ്കോ എന്ന ഏജൻസിയാണ് ആർക്കിയോളജി ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരിൽ നിന്നും ഒരു കോൺട്രാക്ടർ 42 ലക്ഷം രൂപയ്ക്ക് ഇതിൻ്റെ കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് ഇപ്പം തൂക്കുപാലത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പാകുന്നത് തമ്പകത്തടിയാണ്. തമ്പകത്തടി ഇപ്പോൾ നമുക്ക് കുളത്തൂപ്പുഴ ഫോറസ്റ്റ്
റേഞ്ച് ഓഫീസിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ലഭ്യമായ തമ്പകത്തടി നമ്മുടെ കൊച്ചുവേളിയിലുള്ള MSK എന്ന് പറയുന്ന ചേംബറിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ എടുത്തിട്ടുള്ള തമ്പകത്തടിക്ക് 30% വെള്ളമുണ്ട്. അപ്പം 12% വെള്ളമേ ആ തടിയിൽ ഉള്ള പാടുള്ളൂ. അപ്പം 30 ദിവസത്തേന് ഈ തമ്പകത്തടി ആ ചേംബറിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ആ വെള്ളം മൊത്തം കളഞ്ഞതിന് ബാഷ്പീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ തമ്പകത്തടി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം 14 മീറ്ററോളം തമ്പകത്തടി ഇവിടെ പുനലൂരിൽ എത്തിച്ചിട്ടുണ്ട്. അതിന് ശേഷം കൊണ്ടുവന്നതിന് ശേഷം ആ തമ്പകത്തടിയുടെ പുറത്ത് പറങ്ങാണ്ടി ഓയിൽ അതിൻ്റെ മേളിൽ തേച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി KC ജോസഫ് കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ പുനലൂരിലെത്തി ഇതിൻ്റെ തമ്പകത്തടി പാവുന്നതിൻ്റെ ആദ്യ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. തൂക്കുപാലത്തിലെ തുരുമ്പിച്ച ഗർഡറുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണെന്നും തമ്പകത്തടികൾ എത്തിച്ച് പറങ്കിമാങ്ങ എണ്ണ പൂശിയതിനു ശേഷം 150 മീറ്റർ നീളമുള്ള തൂക്കുപാലത്തിൽ പാകുമെന്നും PA അനസ് കൂട്ടിച്ചേർത്തു. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പേരിനെ അന്വർത്ഥമാക്കാൻ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. പുനലൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വാഹനയാത്രികരുടെ പാർക്കിംഗ് ഗ്രൗണ്ടായി പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മാറിയിരിക്കുന്നു. നിരവധി സ്വകാര്യ വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. കൂടുതലും സമീപ പ്രദേശത്തുള്ള വ്യാപാരികളുടെ വാഹനങ്ങളാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു എന്ന പരാതി മുൻപും വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. അനധികൃതമായി പാർക്കിംഗ് ചെയ്യുന്നത് മൂലം സ്വകാര്യ ബസ്സുകൾക്ക് ഇത് ഏറെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. നിരവധി ഓട്ടോറിക്ഷകളും ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ക്യാമറ കണ്ടപ്പോൾ പലരും വാഹനങ്ങൾ എടുത്തു മാറ്റി. ബസ് കയറാൻ വരുന്ന യാത്രക്കാർക്കും ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് യാത്രക്കാരും പറയുകയുണ്ടായി. പുനലൂർ നഗരസഭ പ്രൈവറ്റ് ബസ്സുകൾക്കായി ചെമ്മന്തൂരിൽ പണി കഴിപ്പിച്ച ഈ ബസ് സ്റ്റാൻഡിൽ അന്യവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. ഭീതിയോടെയാണ് പ്രദേശവാസികൾ ജീവിതം തള്ളി നീക്കുന്നത്. തെന്മല പുനലൂർ പാതയിൽ 2 വർഷം മുൻപാണ് ടാങ്കർ ലോറി വീടിന് സമീപത്തേക്ക് മറിഞ്ഞത്. ഇതേ തുടർന്ന് റോഡിന് സമീപത്തായി വീട്ടുകാർ കെട്ടിയിരുന്ന മതിൽ തകർന്നിരുന്നു. എന്നാൽ ഇതിനുശേഷം അധികൃതർ അപകടം നിറഞ്ഞ ഈ വളവിൽ സംരക്ഷണ ഭിത്തി കെട്ടുന്ന കാര്യത്തിൽ ഒരു നടപടിയും തന്നെ കൈക്കൊള്ളുന്നില്ല. മറിഞ്ഞ ടാങ്കറിന്റെ അവശിഷ്ടം റോഡിന് സമീപത്തു തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. റോഡ് നിർമ്മാണ തൊഴിലാളികൾ വെച്ച വീപ്പകൾ മാത്രമാണ് ഇവിടെ അപകടം നിറഞ്ഞതാണ് എന്ന് സൂചിപ്പിക്കാനുള്ള പ്രധാന സൂചന. ഇതിൽ പലരും മോഷ്ടിച്ചു കൊണ്ടുപോയതായും വീട്ടുടമ പറയുന്നുണ്ട്. ഇവിടെ താഴ്ചയുണ്ട് എന്നതറിയാതെ രാത്രികാലങ്ങളിലും മറ്റും ചീറിപ്പായുന്ന വാഹനങ്ങളെ പറ്റി ഓർക്കുമ്പോൾ പേടി തോന്നുന്നുണ്ട് എന്ന് വീട്ടുടമ ഞങ്ങളോട് പറഞ്ഞു. ഇതിപ്പം 2 വർഷം ആകാറായി ഇത് മറിഞ്ഞിട്ട്. അടുത്ത ഓണം കഴിഞ്ഞ ഓണത്തിൻ്റെ അതിൻ്റെ മുമ്പത്തെ ഓണത്തിൻ്റെ തലേന്നാണ് ഇത് മറിഞ്ഞത്. അവർ വന്ന് ഇത് പണി ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഇതുവരെ പണിയൊന്നും ചെയ്തിട്ടില്ല. അവർ അവിടെ കല്ലിട്ട കിടപ്പുണ്ട് അവിടെ. എൻ്റെ പണി ഉടനെ ചെയ്യുമെന്ന് കഴിഞ്ഞ മാർച്ചിലോടുകൂടി ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ അവർ ചെയ്തിട്ടില്ല. എപ്പോഴും ഭയങ്കര പേടിയിലായിരിക്കുന്ന വണ്ടി ഇനിയും വന്നും മറിയാനുള്ള സാധ്യതകൾ വളരെയേറെയുണ്ട്. അപ്പോൾ അത് എത്രയും വേഗം ഒന്ന് ശരിയാക്കി കിട്ടിയാൽ എല്ലാവർക്കും മനസ്സമാധാനത്തോടു കൂടി ആ വീട്ടിനകത്ത് കിടന്നുറങ്ങാൻ പറ്റും. വരുമ്പോൾ തന്നെ NH-കാരാണ് ഈ കവർ ഇത് BP ഒക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല അപകടം നടന്ന ശേഷം സംരക്ഷണ ഭിത്തി കെട്ടി നൽകാമെന്ന് അധികൃതർ ഉറപ്പു പറഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. ഇനിയും വൻ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ വളവിൽ അധികൃതർ സംരക്ഷണ ഭിത്തി കെട്ടുന്ന കാര്യത്തിൽ ഇനിയെങ്കിലും നടപടി സ്വീകരിക്കേണ്ടതാണ്. ചണ്ണപ്പേട്ട കുടുക്കുത്തുപാറയിലെ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് ADV ന്യൂസ് തയ്യാറാക്കിയ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ചണ്ണപ്പേട്ട കുടുക്കുത്തുപാറയെ ഈ അടുത്തയിടയ്ക്കാണ് സഞ്ചാരികൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ടൂറിസം ഭൂപടത്തിൽ ഉടൻ തന്നെ കുടുക്കുത്തിപ്പാറയും സ്ഥാനം പിടിക്കും. കാട്ടിനുള്ളിലൂടെ പാറയിലേക്കുള്ള പാത തന്നെ ഏറെ നയനാനന്ദകരമായ കാഴ്ചയാണ്. എന്നാൽ ഈ അടുത്തയിടെയായി ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. മാത്രമല്ല മദ്യപന്മാരുടെ ശല്യവും ഇവിടെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പുകവലിക്കാരുടെയും മദ്യപന്മാരുടെയും ശല്യം കുറച്ചില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതമാണ് ഉണ്ടാകാൻ പോകുന്നത്. മദ്യക്കുപ്പികളുടെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെയും ഇടയിൽ പൊട്ടിപ്പൊളിഞ്ഞ മൊബൈൽ ഫോണുകളും ഞങ്ങൾക്ക് കാണാനായി. പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക് ഈ മേഖലയിൽ വലിച്ചെറിയരുത് എന്ന പല ഭാഗങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആരും തന്നെ ഇത് കൂട്ടാക്കാറില്ല. നിരവധി സഞ്ചാരികൾ തേടിയെത്തുന്ന ഈ മലയോര മേഖലയെ തുടക്കത്തിൽ തന്നെ നാശമാക്കാതിരിക്കാൻ അധികൃതർ എന്തെങ്കിലും നടപടി ഉടൻ തന്നെ സ്വീകരിക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് നിക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുകയാണെങ്കിൽ അത് സംസ്കരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായി തീരും. സഞ്ചാരികളുടെ ഈ പറുദീസയെ നമുക്ക് ഇപ്പോൾ തന്നെ നാശമാക്കണമോ? ആലോചിക്കുക.
മഴയെത്തി, പക്ഷേ തെന്മല ഡാമിൽ ജലമില്ല. വാർത്തകൾ കണ്ട് തിരികെ എത്താം. 116.75 മീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള തെന്മല പരപ്പാർ ഡാമിൽ നിലവിലെ ജലനിരപ്പ് 92.99 മീറ്റർ മാത്രമാണ്. അണക്കെട്ടിലെ വൃഷ്ടി പ്രദേശത്ത് മഴയെത്താത്തതും മൺസൂൺ ശക്തി പ്രാപിക്കാത്തതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ഡാമിലെ ജലനിരപ്പ് മൺസൂൺ സമയത്ത് ഇത്രയും കുറയുന്നത് അപൂർവമായാണ്. ജലം കുറഞ്ഞതോടെ പലയിടത്തും ഡാമിന്റെ അടിഭാഗം ദൃശ്യമായി മണൽക്കൂനകൾക്കടിയിൽ ചെറുനദിയുടെ രൂപത്തിലാണ് ഇപ്പോൾ അണക്കെട്ടിലെ വെള്ളത്തിന്റെ അവസ്ഥ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയുടെ ഭാഗമായ തെന്മല പരപ്പാർ ഡാമിൽ സംഭരണശേഷിയുടെ ഭൂരിഭാഗവും മണലും എക്കലും അടിഞ്ഞ് നികന്നിരിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ നടത്തിയ സർവേ പ്രകാരം 600 കോടി രൂപയുടെ മണൽ ഡാമിലുണ്ടെന്ന് കണക്കാക്കിയിരുന്നു. എന്നാൽ എക്കലും മണലും നീക്കാനുള്ള പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിച്ച മട്ടാണ്. 100 വയസ്സുകാരിയായ വൃദ്ധ ആരോരും തുണയില്ലാതെ അങ്കണവാടി കെട്ടിടത്തിലെ പടിക്കെട്ടിനടിയിൽ താമസമാക്കി. ഹൃദയമലിയിക്കുന്ന വാർത്ത ഒരിക്കൽ കൂടി. അങ്കണവാടി കുട്ടികൾക്ക് മാത്രമല്ല 100 വയസ്സുള്ള വൃദ്ധമാതാവിനും ആശ്രയമാവുകയാണ്. മധുരപ്പ അയത്തിലാണ് അങ്കണവാടി കെട്ടിടത്തിന്റെ ചവിട്ടുപടിയുടെ കീഴിൽ ഈ വയോധിക ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നത്. ഒരു നൂറ്റാണ്ടിന്റെ ഓർമ്മകൾ ഈ വൃദ്ധമാതാവിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ജ്വലിക്കുന്നുണ്ട്. താമത്തെ തോട്ടറിയാമോ? അതിൻ്റെ താഴെ അത് തോട്ടയിലിരിക്കുന്ന കട്ട വീട് ഒത്തിരി. പിന്നെ ഇപ്പോഴോ ഞാൻ ബാലവാടി കപ്പടൊക്കെ ഇരിക്കുന്നുണ്ടിരുന്നതാ. പിന്നെ എൻ്റെ വീട്ടിൽ വിളിച്ച് ആ കളിയിൽ ചെന്നുകൊണ്ട് കിടക്കുക. ദേഹത്തിലും ചെയ്ത അടികൊണ്ട് കിടക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ മണ്ണും ഭൂമി തകല്ലത് ഉണ്ടാക്കിയ ഞാനാ. സാറുമാർ ചെന്ന് നോക്കിക്കാണ്. മക്കളില്ല. ചന്ദ്രൻ ഒരു പെൺകൊച്ചുങ്ങളുടെ ഇടയ്ക്ക് ഒരാളുണ്ടായിരുന്നു. അവൾക്കുള്ളവന് വിഷം കൊടുത്ത് വെല്ലങ്ങര പോയി മുമ്പിൽ പോയി ചാരായം കൊണ്ടുപോയി ചേർത്തി കൊണ്ടുവന്ന് കൊടുത്ത് കൊന്നു. പെങ്ങളിനെ അങ്ങളിനെ ഇനി ഒരു പെൺകൊച്ചേ ഉള്ളൂ. ആഹാരമോ വീട്ടിൽ നിന്നൊക്കെ നന്നാ കുടിച്ചോത്തി വന്നേ. കുടിക്കുന്നെങ്കിൽ കുടിച്ച് അത് വലിയ ചെയ്യാന്നെങ്കിൽ വേണ്ട. ആരുമില്ല. അത് ഇത്തിരി പോയിട്ട് ഇത്തിരി കൊല്ലമായി. ആരാ കൊണ്ടുവന്ന്? 2 മക്കളുടെ മാതാവായ നല്ലയ്ക്ക് ഇന്ന് തുണ നല്ലവരായ ഏതാനും നാട്ടുകാരും അയത്തിലെ അങ്കണവാടിയുമാണ്. ഈ വല്യമ്മ 2-3 വർഷം കൊണ്ട് ഈ വല്യമ്മ ഇതുപോലെ അങ്ങോട്ട് ഇവിടെ ആയിരത്തിമുക്കിന് വരും. ആയിരത്തിമുക്കിനുള്ളവരും പിന്നെ ബാക്കി അപ്പുറത്തും ഇപ്പുറം താമസിക്കുന്ന ആൾക്കാർ ഇത്തിരി ആഹാരമൊക്കെ കൊടുക്കും. വല്യമ്മ കുറേ നാളൊക്കെ അവരുടെ വീട്ടിൽ പോയി കിടക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ വന്നിട്ട് അംഗൻവാടിക്കകത്ത് അതിൻ്റെ മുകളിൽ കയറി കിടക്കുക. അവർ എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഒരു മോൾ ഇവിടെ ഉണ്ട്. ആ മോള് പൊടിയായിട്ടുള്ള അവിടെ കണ്ടാൽ താമസിക്കുന്നത്. അവർ വല്ലപ്പോഴും കാണാൻ ഇവിടെ വരും. വന്നാലെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഞണ്ട് കൊണ്ട് ജോലി ചെയ്യും. ആ പൈസയും കൊണ്ട് അവരെ പാടും. ഈ വല്യമ്മ ഇതുപോലെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ്. നല്ല സാമ്പത്തിക സ്ഥിതിയിൽ കഴിഞ്ഞിരുന്ന നല്ലയുടെ മകൻ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി. ബന്ധുക്കൾ നല്ല നിലയിൽ ഇപ്പോഴും ജീവിക്കുമ്പോൾ 100 വയസ്സുകാരിയായ വൃദ്ധ അങ്കണവാടിയുടെ ചവിട്ടുപടിയുടെ കീഴിൽ മഴ നനഞ്ഞും മഞ്ഞുകൊണ്ടും തെരുവ് നായകൾക്കൊപ്പം നരകിക്കുന്നു. അപ്പോൾ എനിക്കൊരു 4.5 വർഷം കൊണ്ടാണ് അവരെ പറ്റി നല്ലതുപോലെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യം ഒരു 2 വർഷം വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ അയ്യവയുടെ ഒരു വീട് മരുമകൾക്ക് കിട്ടി. അപ്പം അവരുടെ പേരിൽ 1 സെൻറ്റ് വസ്തു പോലും ഈ നല്ലയെന്ന് പറഞ്ഞ അമ്മയുടെ പേരിലില്ല. ഉള്ള വസ്തു മകൻ അന്ന് ഭാര്യയുടെ പേരിൽ മുൻ വർഷങ്ങളിലേ മരിക്കുന്നതിന് മുന്നേ എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ അതൊരു 15 സെൻറ്റ് വസ്തുവോളം ഉണ്ട്. അപ്പം ഇവർ തങ്ങളിൽ പല പ്രാവശ്യവും മരുമകളും ഇവിടെ വന്ന് പരാതി പറഞ്ഞു. അതിൽ ഞാൻ മെമ്പർ എന്നുള്ള നിലയിൽ ഇടപെട്ട് അതുപോലെ ഈ നല്ലയെന്ന് പറഞ്ഞ ആ മുത്തശ്ശി ഇവിടെ വന്നു. അപ്പോൾ അവർ കാര്യങ്ങളുടെ ഇടപെട്ട് പല പ്രാവശ്യങ്ങളിൽ. എന്നാൽ ഇവർ നമുക്കൊരു ആശ്രയ കേന്ദ്രത്തെ മറ്റ് പത്തനാപുരത്തോ ഇവിടെ വല്ലതും കൊണ്ടാക്കാമെന്ന് വെച്ചാൽ ഈ മുത്തശ്ശി വരത്തില്ല. അങ്ങനെ ഒരു മെയിൻ കാര്യമുണ്ട്. അപ്പം ഇതിൽ നിന്ന് അവർക്കുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ പേരിൽ വസ്തുവില്ല.
ഇതിൽ നിന്നൊരു 3 സെൻറ്റ് എങ്കിലും കിട്ടണം എന്നുള്ളതാണ് ഈ അമ്മയുടെ നിലപാട്. അങ്കണവാടി പ്രവർത്തിക്കുന്ന ദിനങ്ങളിൽ വൃദ്ധമാതാവിന് അങ്കണവാടിയിൽ നിന്നും ആഹാരം നൽകാറുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ തന്നെ അവർക്ക് ആഹാരങ്ങൾ കൊടുക്കുന്നത്, രാത്രി ഇവിടെ തന്നെ കിടക്കുന്നത്. മോളും ഉണ്ട്, ഒരു മോളും ഉണ്ട്, 2 മോളുണ്ട്. ഒരു മോള് മരിച്ചുപോയി, പിന്നെ ഒരു മരുമോള്. അവരെ ഇങ്ങനെ അടിച്ച് ഇറക്കി വിട്ടേക്കുക. പിന്നെ ഞങ്ങൾ തന്നെ ആഹാരം കൊടുക്കുന്നതും എല്ലാം. അവധി ദിവസങ്ങളിൽ മേലെ വീട്ടിൽ നിന്ന് ആഹാരങ്ങളൊക്കെ കൊടുക്കും. ബന്ധുക്കൾ തുണയില്ലാത്ത മാതാവിന് സഹായങ്ങൾ ചെയ്തു നൽകുവാനായി നല്ലവരായ ചില നാട്ടുകാരും രംഗത്തുണ്ട്. കിടന്നുറങ്ങാൻ സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത 100 വയസ്സുള്ള മാതാവിന് സംരക്ഷണമേകാൻ സുമനസ്സുകൾ രംഗത്തെത്തുമെന്ന പ്രതീക്ഷയിലാണ് ADV ന്യൂസ്. ഇനി ചൊവ്വയിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ അമേരിക്കയുടെ നാസയെ ബന്ധപ്പെടുക. ചൊവ്വയിൽ മനുഷ്യനെ എത്തിക്കാനും തയ്യാറെടുക്കുകയാണ് നാസ. 2040 മുൻപായി ചൊവ്വയിൽ ബഹിരാകാശ യാത്രികർ പഠനത്തിനിറങ്ങുമെന്ന് നാസ. ഫലപ്രദവും ചിലവ് കുറഞ്ഞതുമായ രീതിയിൽ മനുഷ്യരെ ചൊവ്വയിൽ അയക്കുമെന്നാണ് നാസ അവകാശപ്പെടുന്നത്. ബഹിരാകാശ യാത്രികരെ 2033 ചൊവ്വയുടെ ഉപഗ്രഹത്തിലും 2039 ചൊവ്വയിലും എത്തിക്കാനാണ് നാസയുടെ കാലിഫോർണിയ ലബോറട്ടറിയിലെ ശാസ്ത്ര സംഘം ശ്രമിക്കുന്നത്. 2029 ആദ്യ വിക്ഷേപണത്തിലൂടെ ബഹിരാകാശ യാത്രികർ ചൊവ്വയുടെ ഉപഗ്രഹത്തിലേക്ക് യാത്ര തുടങ്ങും. 4 വർഷമെടുത്താണ് യാത്രികർ ചൊവ്വയുടെ ഉപഗ്രഹത്തിൽ എത്തുക. 250 ദിവസം കൊണ്ടാണ് ഉപഗ്രഹത്തിൽ നിന്നും ചൊവ്വയിലേക്ക് ബഹിരാകാശ യാത്രികർ എത്തുക. 300 ദിവസങ്ങൾക്ക് ശേഷം സംഘം ഭൂമിയിലേക്ക് തിരികെ മടങ്ങും. ചൊവ്വാഗ്രഹത്തിന്റെ അന്തർഭാഗത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തി അവയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ 2016 മാർച്ചിൽ ബഹിരാകാശ വാഹനത്തെയും നാസ അയക്കുന്നുണ്ട്. ശവസംസ്കാരത്തിന് സ്ഥലമില്ലാതെ പിഞ്ചുകുഞ്ഞിനെ വീട്ടുവരാന്ത പൊളിച്ച് മറവു ചെയ്തു. ഏരൂർ പാണയത്താണ് സംഭവം. ഏരൂരിൽ പിഞ്ചുകുഞ്ഞിനെ വീട്ടുവരാന്ത പൊളിച്ച് മറവ് ചെയ്തു. ഏരൂർ പാണയത്താണ് സംഭവം. അഞ്ചൽ, ഏരൂർ, ഇടമുളയ്ക്കൽ, അലയമൺ, ഇട്ടിവ ഗ്രാമപഞ്ചായത്തുകളിൽ പൊതുശ്മശാനമില്ലാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം. പൊതുശ്മശാനം നിർമ്മിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നു. ഇടമുളയ്ക്കൽ, ഏരൂർ, അഞ്ചൽ ഗ്രാമപഞ്ചായത്തുകളിൽ പൊതുശ്മശാനം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വിശദമായ വാർത്ത നാളത്തെ ന്യൂസ് ബുള്ളറ്റിനിൽ കാണാം. വാരം തീരുമ്പോഴും വാർത്തകൾ തീരുന്നില്ല. ADV ന്യൂസ് വീക്കെൻഡുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടാം. നമസ്കാരം.